ടെസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലിന് യാതൊരുവിധ കേടുപാടും സംഭവിക്കാത്തതുകൊണ്ട് ഏറ്റവും എക്കണോമിക്കലായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് NDT എന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള മെത്തേഡാണ് PT, പെനിട്രന്റ് ടെസ്റ്റിംഗ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മുന്നോട്ട് പഠിക്കേണ്ടത് നമുക്ക് ഡൈപെനിട്രന്റ് ടെസ്റ്റിംഗ് പഠിച്ചതോടുകൂടി നമുക്കിനി മുന്നോട്ട് പഠിക്കേണ്ടത് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് ആണ്. നമുക്കതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ മെത്തേഡുകളാണ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതെന്നും ഏതെല്ലാം ടൈപ്പുകളാണ് ഉള്ളതെന്നും എങ്ങനെയൊക്കെ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് സർക്കുലർ മാഗ്നറ്റൈസേഷൻ അതുപോലെ തന്നെ ലോങ്ജിറ്റ്യൂഡൽ മാഗ്നറ്റൈസേഷൻ ഒക്കെ നമുക്ക് ഈ മെറ്റീരിയൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അത് സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവേ സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ കറണ്ട് കടത്തിവിട്ടൊക്കെയാണ് നമുക്ക് സർക്കുലർ മാഗ്നറ്റൈസേഷൻ നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിയൽ ക്രാക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ആക്സിയൽ ഡയറക്ഷൻ ഇതിപ്പം ഇതിലൂടെ കറണ്ട് കടത്തിവിട്ട് ഇതിൽ സർക്കുലർ മാഗ്നറ്റിസം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്സിലായിട്ട് നിൽക്കുന്ന ക്രാക്കുകൾ, ആക്സിസിന് പാരലായിട്ട് നിൽക്കുന്ന ക്രാക്കുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനുള്ളിൽ പ്രോഡോ ഒക്കെ വെച്ച് നമുക്ക് ഇതിലൂടെ നമുക്കിങ്ങനെ മാഗ്നറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ക്രോസ് ആയിട്ട് വരുന്ന അതല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ക്രാക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോഞ്ചിറ്റ്യൂഡനൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്വേഴ്സ് ക്രാക്കുകൾ ഒരു 45 ഡിഗ്രി ആംഗിൾ വരെയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. അത് അതിനേക്കാളും സ്ട്രെങ്ത് കുറഞ്ഞു വരും ചെരിവ് കൂടുന്തോറും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുന്ന ഡിവൈസ് AC ആണോ DC ആണോ എന്നത് വെച്ചിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിങ്ങിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അതായത് AC യോക്കുകൾ വെച്ചിട്ടാണ് AC മാഗ്നറ്റൈസേഷനും അതുപോലെ തന്നെ DC യോക്ക് വെച്ചിട്ടാണ് DC മാഗ്നറ്റൈസേഷനും നമ്മൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ അകത്ത് AC മാഗ്നറ്റൈസേഷൻ ആയിരിക്കും കൂടുതൽ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നത്. അതുപോലെ തന്നെ DC മാഗ്നറ്റൈസ് ചെയ്യുന്നതിനും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. കുറച്ചുകൂടെ കൂടുതൽ ഡെപ്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് നമ്മൾ PT ചെയ്യുന്നതിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെനിട്രന്റ് ടെസ്റ്റിംഗ് നമുക്ക് സർഫസിലേക്ക് ഓപ്പൺ ചെയ്തിരുന്ന ക്രാക്കുകൾ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ഇതിൻ്റെ അത് സബ് സർഫസിലുള്ള ക്രാക്കുകളാണ്. നമ്മുടെ സർഫസിന് കുറച്ചുകൂടി അകത്തേക്കുള്ള ക്രാക്കുകൾ എന്തെങ്കിലും പെയിന്റഡ് കോട്ടിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കെയിൽസോ കാര്യങ്ങളൊക്കെ വന്ന് നമ്മളിങ്ങനെ അടഞ്ഞു പോയ ക്രാക്കുകളാണെങ്കിൽ പോലും നമുക്ക് ഇതിനുള്ളിലെ ക്രാക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നമ്മുടെ എല്ലാ ടെസ്റ്റിങ്ങുകൾക്കും വേണ്ടതുപോലെ തന്നെ ഈ ടെസ്റ്റിങ്ങിനും ഏറ്റവും അത്യാവശ്യമുള്ള അതായത് വിസിബിൾ ഇൻസ്പെക്ഷൻ ഉള്ള എല്ലാ ടെസ്റ്റിങ്ങിനും ആയതുപോലെ തന്നെ ഈ ടെസ്റ്റിങ്ങിൽ നമുക്ക് ലൈറ്റ് ഇതിൽ എത്രത്തോളം ലൈറ്റ് വരുന്നു എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഉപയോഗിക്കുമ്പോൾ പോലും പലപ്പോഴും നമുക്ക് ഈ ലൈറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഡ്രൈ പാർട്ടിക്കിൾ ഒരു കാരണവശാലും നമുക്ക് ലൈറ്റ് ഇല്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. വെറ്റ് പാർട്ടിക്കിളിലെല്ലാം നമുക്ക് ലൈറ്റ് ഇല്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. 1000 ലക്സിൽ താഴെയാണ് നമുക്ക് ഒരിക്കലും വിസിബിൾ ആയിട്ടുള്ള നമുക്ക് മാഗ്നറ്റിക് പാർട്ടിക്കിൾ കൊണ്ട് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കതിന് ഫ്ലൂറസൻ പാർട്ടിക്കിൾ തന്നെ വേണം. അതുപോലെ തന്നെ നമുക്കൊരു ബ്ലാക്ക് ലൈറ്റ് നമുക്ക് അല്ലെങ്കിൽ UV ലൈറ്റ്, ബ്ലാക്ക് ലൈറ്റ് തന്നെയാണ് UV ലൈറ്റ് നമുക്ക് വേണ്ടി വരും അത് ഇൻസ്പെക്ട് ചെയ്യാനും കാര്യങ്ങളിലും ഒക്കെ. നമ്മൾ ഇതുവരെ പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ മാഗ്നറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് ലോഞ്ചിറ്റ്യൂഡലാണ്, അതുപോലെ തന്നെ സർക്കുലർ ഫീൽഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ പാർട്ടിക്കിൾ അനുസരിച്ച് നമുക്ക് ഡ്രൈ പാർട്ടിക്കിൾ ആണ് വെച്ചാണ് ഇൻസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഡ്രൈ പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ വെറ്റ് പാർട്ടിക്കിൾ ആണ് വെറ്റ് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ വെറ്റ് പാർട്ടിക്കിളിൽ രണ്ടായിട്ട് നമ്മൾ അത് തിരിച്ചിട്ടുണ്ട്. ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ വെച്ച് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ അതിൽ താഴെയാണ് നമ്മുടെ ലൈറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ വെച്ച് മാഗ്നറ്റിക് പാർട്ടിക്കിൾ വെച്ച് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് ഫ്ലൂറസൻ പാർട്ടിക്കിൾസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്കൊരു UV ലൈറ്റ് ആവശ്യമായിട്ട് വരും. UV ലൈറ്റ് അടിച്ചതിന് ശേഷമാണ് നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ട് കാണാം. നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പച്ച നിറത്തിലുള്ള ഒരു ഔട്ട് നമ്മൾ കാണുന്ന ഒരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ട് കാണും. അപ്പം അങ്ങനെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറയാം. കോമൺലി നമ്മൾ പെനിട്രന്റ് ടെസ്റ്റിങ്ങിലൊക്കെ പഠിച്ചതുപോലെ തന്നെ പ്രീ ക്ലീനിങ് നമുക്ക് ഇതിനും ആവശ്യമാണ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ പെനിട്രന്റ് ടെസ്റ്റിങ് ചെയ്യുന്ന അത്രത്തോളം ക്രിട്ടിക്കൽ അല്ല നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പ്രീ ക്ലീനിങ്. നമുക്ക് ഇതിൻ്റെ സർഫസിൽ എന്തെങ്കിലും റെസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും കാണാണ്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം അതിനെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. ക്ലീൻ ചെയ്തിട്ട് അത് ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളത് ക്ലീൻ ചെയ്യേണ്ടി വരും. ആ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ മാഗ്നറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് അതിൻ്റെ അകത്ത് മാഗ്നറ്റിക് പാർട്ടിക്കിൾ വിസിബിൾ ആയിട്ടുള്ള ക്രാക്കുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ക്രാക്ക് നോട്ട് ചെയ്ത്
അതിൻ്റെ അളവ് നമ്മൾ നോട്ട് ചെയ്യുവാണ് പൊതുവേ ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് പ്രോസസ്സുകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പ്രോബുകളും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രാക്കുകൾ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുമോ, അതല്ലെങ്കിൽ അതിന് ഇത്രത്തോളം വെയിറ്റ് എടുക്കാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യം യോക്ക് അല്ലെങ്കിൽ പ്രോബ് ഉപയോഗിക്കാൻ പോകുന്ന യോക്കും പ്രോബും സ്ട്രെങ്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റിനെ മാഗ്നറ്റൈസ് ചെയ്ത് അത് പുള്ളി ചെയ്ത് അപ്പ് ചെയ്യാൻ പറ്റുമോ, അതായത് വേറെ ഒന്നിന്റെ സഹായമില്ലാതെ ഈ മാഗ്നറ്റൈസേഷന്റെ പവർ കൊണ്ട് തന്നെ നമുക്കതിനെ പുള്ളി ചെയ്ത് അപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം നോക്കും. അതാണ് ആദ്യം ചെയ്യുന്ന കാര്യം. അതിൽ വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാക്കുകൾ, സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രാക്കുകൾ ഇത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ, അതായത് മാഗ്നറ്റൈസ് ചെയ്തിരിക്കുന്ന ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റീഡിങ്സ് എല്ലാം ഇത് കാണിക്കുന്നുണ്ടോ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്പെസിമെന്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ഉപയോഗിക്കുന്ന പൈഗേജ് ആണ്. പിന്നെ ഷിംസ് എന്ന് പറഞ്ഞ വെട്ടുകളുള്ള സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് സ്പെസിമെൻ ഉപയോഗിക്കാറുണ്ട്. സ്പെസിമെൻ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യില്ലേ, ആ ചെയ്യുന്ന സമയത്ത് അതിന്റെ സെന്റർ പോർഷനിൽ നമ്മൾ പൈഗേജ് വെക്കും. പൈഗേജ് വെച്ച് കഴിയുമ്പോഴത്തേനും പൈഗേജിൻ്റെ അത് എല്ലാ ഡയറക്ഷനിലും 45 ഡിഗ്രി ആംഗിളിലും പാരലായിട്ടും പെർപെൻഡിക്കുലർ ആയിട്ടുമുള്ള ക്രോസ് ലൈൻസ് ഉണ്ട്. ചെറുതായ ഡിസ്കണ്ടിന്യൂറ്റീസ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത, അതായത് ആ ഡിവൈസ് അങ്ങനെയാണ്, അത് ക്രിയേറ്റ് ചെയ്ത ഡിഫക്ട്സ് ആണ്. അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ക്രോസ് ആയിട്ടുള്ള ഡിഫക്ട്സും 45 ഡിഗ്രിയിലൊക്കെ ഉള്ള ഡിഫക്ട്സുകളും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. അത് കാണാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ഡിവൈസ് ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പാരലായിട്ട് വരുന്ന, അതായത് മാഗ്നറ്റൈസേഷന് പാരലായിട്ട് വരുന്ന യാതൊരു ഡിഫക്ട്സും അതിൻ്റെ അകത്ത് കാണിക്കില്ല. ബാക്കി കാണിക്കുന്ന 45 ഡിഗ്രി അല്ലെങ്കിൽ ആംഗിളിലുള്ളതും 45 ഡിഗ്രി ആംഗിൾ വരെയുള്ളതും പിന്നെ അതുപോലെ തന്നെ ക്രോസ് ആയിട്ടുള്ള ആംഗിളിലുമുള്ള ഡിഫക്ട്സ് ആണ് നമുക്ക് അത് കാണിച്ചു തരുന്നത്. അതിനുശേഷം മാത്രമാണ് നമുക്ക് മാഗ്നറ്റൈസേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഈ മാഗ്നറ്റൈസേഷൻ ചെയ്യുന്നതിന് മുൻപേ, നമ്മുടെ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യുന്നതിന് മുൻപേ ടെസ്റ്റ് സ്പെസിമെൻസ് എല്ലാം പൊതുവെ ഇരുമ്പിന്റെ കളർ ഏതാണ്ട് ഈ ഒരു കളറായിരിക്കും. നമ്മൾ മാഗ്നറ്റിക് പൗഡർ ഇടുന്ന സമയത്തും ഡൈ ചെയ്തതുണ്ട്, ഡൈ ചെയ്യാത്തതുണ്ട്. ഈവൻ ഡൈ ചെയ്തതാണെങ്കിൽ പോലും അതിന് ഇതുമായിട്ട് വലിയൊരു കോൺട്രാസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. പലപ്പോഴും നമുക്കത് ആ ഡിഫക്ട്സിന്റെ അകത്ത് ഈ പാർട്ടിക്കിൾ കിടക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതേ കളറിൽ തന്നെ കാണുന്നതുകൊണ്ട് ചിലപ്പം വിസിബിലിറ്റി അത്ര പ്രോപ്പർ ആയിരിക്കില്ല. അത് നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല, പക്ഷെ ലൈറ്റ് കുറയും തോറും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള സ്പെസിമെനിൽ ഒരു വൈറ്റ് കോൺട്രാസ്റ്റ് പെയിന്റ് എന്ന് പറഞ്ഞൊരു പെയിന്റ് വലിയ തിക്കല്ലാതെ നമുക്ക് ലൈറ്റ് ആയിട്ട് വൈറ്റ് കോൺട്രാസ്റ്റ് പെയിന്റ് ഒന്ന് അടിച്ചു വിടുക. അന്നേരം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ ഏതാണോ ആ സ്പെസിമെൻ നല്ല രീതിക്ക് നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്യാൻ, ഇത് വൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് സ്പ്രേ ചെയ്യാൻ പോകുന്ന പൗഡേഴ്സ് അത് ബ്ലാക്ക് ആയിട്ടും വരുന്നതുകൊണ്ട്, ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് കളറിലായിട്ടും വരുന്നത് കൊണ്ട് എടുത്ത് കാണാൻ പറ്റും ഏത് കളറിലാണോ നമ്മുടെ ടെസ്റ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ മാഗ്നറ്റിക് പാർട്ടിക്കിൾ വരുന്ന അത് എന്താണെങ്കിലും വൈറ്റിൽ നല്ല കോൺട്രാസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ക്രാക്ക് നന്നായിട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വൈറ്റ് കോൺട്രാസ്റ്റ് പെയിന്റ് അടിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ ഫുള്ള് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഉണ്ടാവും. നമ്മുടെ മെറ്റീരിയലിൽ ലൈൻസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സസ് വന്നു കഴിഞ്ഞാൽ എവിടെയാണോ ക്രാക്ക് ഉള്ളത് ആ ക്രാക്കിന്റെ പോർഷനിലൊരു ലീക്കേജ് ഫ്ലക്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തപ്പം ഇവിടെ ഒരു നോർത്ത് പോളും ഇവിടെ ഒരു സൗത്ത് പോളും ക്രിയേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു, ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയ സൗത്തും, ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയ നോർത്തും, ഈ ക്രാക്കിന്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് നോർത്തും സൗത്ത് പോൾസ് ഉണ്ടാവും. ഇപ്പോൾ ഈ പോൾസ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സർക്കുലർ ഫീൽഡും ഇവിടെ ഒരു ലീക്കേജ് ഫീൽഡും ഉണ്ടാവും. അങ്ങനെ ഇതിലൊരു എക്സ്ട്രാ നോർത്ത് പോളും സൗത്ത് പോളും ക്രിയേറ്റ് ആവുന്ന സമയത്ത് ഇവിടെ ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഏതൊരു മാഗ്നറ്റിൻ്റെ ആണെങ്കിലും പോളിൻ്റെ സൈഡുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാകുന്ന ഈ ക്രാക്കിൻ്റെ പോർഷനുകളിൽ ഈ ഒരു ചെറിയൊരു മാഗ്നറ്റിക് പോൾസും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലക്സും ലീക്ക് ഔട്ടായി പുറത്തോടെ കടന്ന് ഇപ്പുറത്ത് വരുന്നുണ്ട്. അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാക്കിൻ്റെ പോർഷൻസിലെല്ലാം നമ്മുടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റൈസ് ചെയ്തതിന് ശേഷം നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾ അപ്ലൈ ചെയ്താൽ, അതായത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, മാഗ്നറ്റൈസേഷൻ കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാഗ്നറ്റിക് പാർട്ടിക്കിൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ക്രാക്കിൻ്റെ പോർഷനിൽ
നമുക്ക് ഈ മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാണാം കൂടുതലായി. ബാക്കിയുള്ള പോർഷനോട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായി മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇവിടെ ഡെപ്പോസിഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എവിടെയാണോ ഡിപ്പോസിഷൻ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ PT-യിലാണെങ്കിലും MT-യിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ക്രാക്കുകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് രജിസ്റ്റർ ചെയ്ത് വേറെ റെക്കോർഡായിട്ട് രജിസ്റ്റർ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അവിടെ സ്കെയിൽ കൊണ്ട് അളവ് ലെങ്ത് മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ ക്രാക്ക് ഉണ്ടായിരുന്ന ആ പോർഷൻ നമ്മൾ വട്ടമിട്ടോ അല്ലെങ്കിൽ ആ നീളത്തിൽ വരച്ച് 2 എൻഡ് മാർക്ക് ചെയ്തിട്ടോ നമ്മളത് മാർക്ക് ചെയ്ത് പോകണം. അല്ലെങ്കിൽ പിന്നീട് നമുക്കത് എവിടെയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത്രയും മാർക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ ലെങ്ത്തും കുറിച്ച് പോയാൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡീറ്റെയിൽ കിട്ടി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്തലെ എക്സസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്ത്, എക്സസ് എന്നല്ല, എക്സസ് പെനിട്രന്റ് റിമൂവ് ചെയ്യുന്ന പോലെ എക്സസ് റിമൂവ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. പകരം ഇതിലുള്ള മാഗ്നറ്റൈസേഷൻ ഡീമാഗ്നറ്റൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നമുക്ക് പോവാം. ബേസിക്കലി MT അല്ല PT അല്ല, മിക്കവാറുമുള്ള എല്ലാ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിലും നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ഉണ്ടാവും. ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും നമ്മൾ ഇത്തരം ടെസ്റ്റിങ്ങുകളെല്ലാം ചെയ്യുന്നത്. അതായത് നമ്മൾ PT എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്യാപിലറി റൈസ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലെക്സ് ലീക്കേജ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫിനോമിന. നമ്മൾ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫിനോമിന ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ഫ്ലെക്സ് ലീക്കേജ് ആണ്. അതായത് എവിടെയാണോ ക്രാക്ക് ഉള്ളത്, എവിടെയാണോ നമ്മുടെ മെറ്റീരിയലിന് ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളത്, അവിടെ നമ്മുടെ ഫ്ലെക്സ് ലൈൻസ്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, നമ്മുടെ ഇതിന് ചുറ്റും റിവോൾവ് ആവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അവിടെ മാത്രം ഒന്ന് ജമ്പ് ചെയ്യും. ആ ജമ്പ് ചെയ്യുന്ന പോർഷനിൽ നമുക്ക് ഹൈ സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രെങ്ത്തിലേക്ക് നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന നമ്മുടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ചെന്ന് ഡെപ്പോസിറ്റ് ആവും. നമ്മൾ സ്പ്രേ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡായിട്ട് ഒഴിക്കുന്ന മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ചെന്ന് അവിടെ ഡെപ്പോസിറ്റ് ആവും. അത് ഡ്രൈ പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൗഡർ ഇട്ടതിന് ശേഷം ജസ്റ്റ് എക്സസ് ആയിട്ടുള്ള ഇവിടെ പാർട്ടിക്കിൾ ഇട്ടതിന് ശേഷം എക്സസ് പൗഡർ വരുന്ന നമ്മൾ സ്പ്രേ ചെയ്ത് കളയണം. ബാക്കി ആ പോർഷൻ മാത്രമായിട്ട് നമുക്ക് അവിടെ റിമെയിൻ ചെയ്യും. അതേസമയം ലിക്വിഡ് പെനിട്രൻ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ഇതിന് മൊബിലിറ്റി കൂടുതലുള്ളതുകൊണ്ട് കൃത്യമായിട്ട് ആ ക്രാക്കുകൾ മാത്രമായിട്ടായിരിക്കും കൂടുതലായിട്ട് നമുക്ക് ഡിറ്റക്റ്റഡ് ആവുന്നത്. പൊതുവേ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഈസിലി മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസും മാഗ്നറ്റിനോട് വീക്ക്ലി അട്രാക്റ്റഡ് ആവുന്ന പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസും മാഗ്നറ്റിക് ഫീൽഡിനോട് സ്ലൈറ്റ്ലി റിപ്പിൾ ചെയ്യുന്ന ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുമാണ് ഉള്ളത്. അതിന്റെ അകത്ത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസും മാത്രമാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സ്റ്റെപ്സ് ഓഫ് MBT എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സർഫസ് ക്ലീനിങ് ആണ്. ഗ്രീസ്, ഓയിൽ, റസ്റ്റ്, പെയിന്റ് എന്നിങ്ങനെയുള്ള മാഗ്നറ്റിക് പാർട്ടിക്കിളിന്റെ മൊബിലിറ്റി തടയുന്ന എല്ലാത്തരം കോട്ടിങ്സ് കാര്യങ്ങൾ എല്ലാത്തിനെയും റിമൂവ് ചെയ്യണം ആദ്യം. അതിനുശേഷമാണ് പ്രോഡോ പെർമനന്റ് മാഗ്നറ്റോ യോക്കോ ഒക്കെ വെച്ച് നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് യോക്കാണ്. അത് AC യോക്ക് ഉണ്ട്, DC യോക്ക് ഉണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പൗഡർ ആണ്. ഡ്രൈ പൗഡർ ഉണ്ട്, വെറ്റ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഏതാണ്ട് 1000 ലക്സോളം നമുക്ക് വിസിബിൾ പാർട്ടിക്കിൾ വെച്ച് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. എന്നാൽ അതിലും താഴേക്ക് ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 1000 മൈക്രോ വാട്ട്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ വരെ നമുക്ക് ഫ്ലൂറസന്റ് ടൈപ്പ് വെറ്റ് പാർട്ടിക്കിൾ വെച്ച് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വരുന്ന വിഷ്വൽ ഇൻസ്പെക്ഷൻ ആണ്. പാർട്ടിക്കിൾ അപ്ലൈ ചെയ്തു, അതിനുശേഷം നമുക്ക് ഇൻഡിക്കേഷൻസ് കാണാൻ തുടങ്ങും. അത് ഇൻസ്പെക്ട് ചെയ്യുക, കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സർഫസ് ക്ലീൻ ചെയ്യുക, ഡീമാഗ്നറ്റൈസ് ചെയ്യുക. പിന്നെ ടൈപ്സ് ഓഫ് മാഗ്നറ്റൈസേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് വെച്ച് നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രോഡ്സ് വെച്ച് സർക്കുലർ മാഗ്നറ്റൈസേഷൻ ആണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ പ്രോഡ്സ് വെച്ച് നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ സാധിക്കും. ഈ പ്രോഡ്സ് ആണെങ്കിലും AC-യും DC-യും ഉണ്ട്. കുറച്ച് ആർക്കിംഗ് ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിലും കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കാണാറുള്ളത് മാഗ്നറ്റിക് യോക്ക് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് യോക്ക് ആണ്. ഇതിനുണ്ടാവുന്ന 2 ഫ്ലെക്സിബിൾ ആംസ് ആണ്. അതിലും DC AC ഉണ്ട്. അതിനകത്ത് AC ആണ് ലിമിറ്റഡ് ഫോർ സർഫസ് ആണ്. അതായത് ഒരുപാട് താഴെ വരെ അത് പോകാനുള്ള സാധ്യത കുറവാണ്, എന്നാൽ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ സർഫസിനോട് ചേർന്നുള്ള ക്രാക്കുകൾ നല്ല രീതിക്ക് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ DC യോക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഉള്ളിലേക്കുള്ള ക്രാക്കുകൾ കൂടെ കാണാൻ സാധിക്കും. പക്ഷെ അത്ര ക്ലിയർ ആയിരിക്കില്ല, നമുക്ക് ഇൻഡിക്കേഷൻസ് ഒന്നും അത്ര ക്ലിയർ ആയിരിക്കില്ല, കുറച്ചുകൂടെ സ്പ്രെഡഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി, അത് AC യോക്കിനാണെങ്കിൽ നമുക്ക് 4.5 കിലോ വരെ നമുക്ക് ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതേസമയം DC യോക്കിനാണെങ്കിൽ 18.1 കിലോ വരെ നമുക്ക് ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. നമ്മളുടെ ഡിവൈസിന്റെ മാഗ്നറ്റൈസേഷൻ പ്രോപ്പർ ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫീൽഡ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വരുന്നത് കീറ്റോസ് റിംഗ്, പൈ ഗേജ്, ഷിംസ് എന്നിങ്ങനെയൊക്കെയുള്ള ഫീൽഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഈ മാഗ്നറ്റൈസേഷൻ ആണെങ്കിലും നമ്മൾ പല രീതിക്ക് ചെയ്യാറുണ്ട്. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നറ്റൈസേഷൻ കൊടുക്കാറുണ്ട്, ചിലപ്പോൾ റെസിഡിയൽ മാഗ്നറ്റൈസേഷൻ. അതായത് നമ്മൾ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാഗ്നറ്റൈസേഷൻ നിർത്തി അതിനുശേഷമായിരിക്കും നമ്മൾ പാർട്ടിക്കിൾ ഇടുന്നത്.
പിന്നെ ഓവർഹെഡ് പോർഷനിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊലോങ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. മാഗ്നറ്റൈസ് ചെയ്തതിന് ശേഷം ഹൈ വിസ്കസ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് എം ടിയിൽ കൂടുതലായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. നമുക്ക് ബേസിക് കാര്യങ്ങൾ അറിയാമെങ്കിൽ എം ടി പി ടി ടെസ്റ്റിങ്ങുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളല്ല നമ്മുടെ യു ടി അൾട്രാസോണിക് ടെസ്റ്റിങ്, അതുപോലെ തന്നെ നമ്മുടെ ആർ ടി ടെസ്റ്റിംഗ് ഒക്കെ. അതൊക്കെ കൃത്യമായ അറിവ്, നമുക്ക് നന്നായിട്ട് കൂടുതലായ അറിവുകൾ വേണം. എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉണ്ടാവുക എപ്പോഴും ഏറ്റവും, അതിപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ നാട്ടിലാണെങ്കിൽ പോലും ഏറ്റവും ജോലി സാധ്യത എപ്പോഴും ഉണ്ടാകുക കൂടുതൽ എളുപ്പത്തിലുള്ള, കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള മെത്തേഡുകളിലാണ്. അതുകൊണ്ടാണ് പി ടിയും എം ടിയും കാഴ്ചയ്ക്ക് എളുപ്പമാണ്, സിമ്പിളാണെന്ന് തോന്നിയാലും പി ടിയും എം ടിയും കൃത്യമായിട്ട് പഠിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഏറ്റവും ബേസ് ആയിട്ടൊരു ജോലി എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മേഖലകളിൽ അവിടെ ഒരുപാട് ആളുകളുടെ ആവശ്യം പലപ്പോഴും വരില്ല. യു ടിയിലും ആർ ടിയിലും ചിലപ്പോൾ ഒരുപാട് ആളുകളുടെ ആവശ്യം വന്നില്ല എന്ന് വരാം. അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ള, കൂടുതലായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും ചിലപ്പോൾ അവിടെ എടുക്കുന്നത്. ആ സമയത്തേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് കൺവേർട്ട് ആവാൻ സാധിക്കും. സ്റ്റാർട്ടിങ് എപ്പോഴും മിക്കവാറും പി ടി എം ടി കാര്യങ്ങളിലായിരിക്കും നമുക്ക് എപ്പോഴും ഓപ്പണിംഗ് കിട്ടുക. അപ്പം നമ്മൾ എന്താണെങ്കിലും ബേസിക് മെത്തേഡുകളാണെങ്കിലും ഇത് നന്നായി പഠിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. ബാക്കി കൂട്ടുകാർക്കും അത് ആവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കും. നമുക്കതൊന്ന് അയച്ചു കൊടുക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.